إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒരിക്കലും നമുക്ക് എണ്ണിക്കണക്കാക്കുവാൻ സാധ്യമല്ല. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി അലൈക്കും ലാ തുഹ്സൂഹാ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അതാണ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. നമ്മുടെ ശാരീരികമായ അതുപോലെ തന്നെ ജീവിത ചുറ്റുപാടുകളിലൊക്കെയുള്ള അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ള നിലയിൽ അതിന് നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നാവ് എന്നുള്ളത്. ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിയാത്ത ഒരാളെ കാണുമ്പോഴാണ് സംസാര ശേഷിയുള്ള നമ്മുടെ ഈ അനുഗ്രഹത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ ആ നാവിനെ അതിൻ്റെതായ റബ്ബിന് ഇഷ്ടമുള്ള മാർഗത്തിൽ അത് വിനിയോഗിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ വായിലിരിക്കുന്നത് നീ കേൾക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ വല്ലതും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിനക്കത്ര ഇഷ്ടമാവില്ല എന്നൊക്കെ ഇങ്ങനെ വീമ്പ് പറയുന്ന ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് വലിയ ഒരു സംഭവമാണെന്നാണ്. ചില മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ തന്നെ പറയാറുണ്ട്, ഓനോട് വർത്താനം പറയാൻ പറ്റൂല, ഓൻ്റെ നാവിന് ലൈസൻസ് ഇല്ല, അമ്മാതിരി വർത്തമാനമാണ് ഓൻ്റെ തൊള്ളയിൽ നിന്നൊക്കെ വരല് എന്ന് നമ്മൾ പല ആളുകളും ചില ആളുകളെ സംബന്ധിച്ച് പറയാറുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നാവ് കൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് ഒരു മഹത്വമായി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവനൊരു വിഡ്ഢിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പരിധികളും വിലക്കുകളും ഒക്കെ ഉണ്ട്. നമ്മൾക്കറിയാം, ചില ആളുകളുടെ നാവിന് കത്തിയേക്കാൾ വലിയ മൂർച്ചയുണ്ടാവും. ഒരു കത്തി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മരുന്ന് പുരട്ടിയാൽ ദിവസങ്ങൾ കൊണ്ടത് മാറ്റിയെടുക്കാൻ കഴിയും. ചില മനുഷ്യന്മാരുടെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ നമ്മൾ പറയാറുണ്ട്, മരിച്ചാലും മറക്കൂല, അമ്മാതിരി വാക്കാണ് ഓൻ്റെ തൊള്ളയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മദീനയിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ച് സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലെ, അവൾ ധാരാളമായി രാത്രികാലങ്ങളിൽ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നവളാണ്. അതുപോലെ തന്നെ മിക്ക ദിവസങ്ങളിലും പകലുകളിൽ അവൾക്ക് നോമ്പുണ്ട്. ആളുകൾക്ക് ഒരുപാട് ദാനധർമ്മങ്ങൾ അവൾ ചെയ്യാറുണ്ട്. പക്ഷെ അവളുടെ നാവിന്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അവൾ ഒരു വർത്തമാനത്തിന് നിന്ന് കഴിഞ്ഞാല് വല്ലാത്ത ഒരു അവസ്ഥയാണ്. അവളുടെ നാവിന്റെ ശല്യം അയൽവാസികൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണ്. കുടുംബങ്ങൾ അവളുടെ ഈ നാവിന്റെ സംസാരത്തിന്റെ ആ ഒരു തീഷ്ണത കാരണം അവളിൽ നിന്ന് അകന്നുപോകുന്ന സാഹചര്യമാണ്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിമിഷം പറഞ്ഞത് ഇന്നഹാ ഫിന്നാർ എന്നാണ്. അവൾ നരകത്തിലാണെന്നാണ്. നിസ്കരിക്കണവളാണ്, നോമ്പ് നോൽക്കണവളാണ്, ധാരാളമായി ധർമ്മം ചെയ്യുന്നവളാണ്. പക്ഷേ അതൊന്നും ഒരു നിലയിലും പ്രയോജനപ്രദമാകാത്ത തരത്തിലുള്ള നാവാണ് അവൾക്കുള്ളത് എന്ന് പറഞ്ഞപ്പോ അവൾ നരകത്തിന്റെ ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ കാര്യം നിസ്സാരമല്ല. ഒരു മനുഷ്യൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിന്റെ അർക്കാനുകൾ ഒരുപാടുണ്ടല്ലോ, ഫറളായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, നോമ്പുകളും നമസ്കാരങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സുന്നത്തിന്റെ വിഷയത്തില് ചില വിഷയങ്ങളിലൊക്കെ എനിക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാ സുന്നത്തുകളും ക്രമപ്രകാരം ചെയ്തുകൊണ്ട് മുന്നേറാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ഉപദേശം നിങ്ങൾ നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഒരു ഒറ്റ വാക്കാണ് പറഞ്ഞത്, അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ നീ ഒതുക്കി നിർത്ത്. വേണ്ടയിടത്തും വേണ്ടാത്തയിടത്തും ഒക്കെ ആളാകാൻ വേണ്ടി സംസാരിക്കുന്നവരായ ആളുകൾ ശ്രദ്ധിക്കണം. ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നസീഹത്ത് നാവിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഇത് വലിയ ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ നാവ് കൊണ്ടുണ്ടായിത്തീരുന്ന ദുരന്തങ്ങൾ, ഒരു മനുഷ്യന്റെ നാവ് കൊണ്ടുണ്ടായിത്തീരുന്ന പ്രയാസങ്ങൾ, മറ്റുള്ള ആളുകൾക്കുണ്ടായിത്തീരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഗീബത്ത്, നമീമത്ത് എന്നൊക്കെ. എന്താ ഗീബത്ത്?
ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ കേൾക്കാതെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു നടക്കുക, ഇതിനാണ് ഗീബത്ത് എന്ന് പറയാം. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സാർവത്രികമായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവനെ സംബന്ധിച്ച് ഗീബത്ത് പറയുന്നവരായ ആളുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ? ഒരു ഉപമ അത്തരം മനുഷ്യന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ, വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ മറ്റുള്ളവരെ, മറ്റൊരാളെ സംബന്ധിച്ച് നിങ്ങൾ ഗീബത്ത് പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ, അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം അരിഞ്ഞെടുത്ത് അത് പച്ചക്ക് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഒന്നൊന്നര ചോദ്യമാണത്. അള്ളാഹ് പറയുന്നു ഫക്കരിഹ്തുമൂഹു, നിങ്ങൾക്കത് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്, ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു വളരെയധികം തൗബ ചെയ്യുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റുള്ളവന്റെ കുറ്റം നോക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്ന ചില ആളുകൾ, അത്തരക്കാർക്കുണ്ടായിത്തീരുന്ന ഒരവസ്ഥ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബീ ബറസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കാണാം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് ഞാൻ മുഅ്മിനാണെന്ന് വലിയ ഡയലോഗ് പറയുന്നവരെ, നാവ് കൊണ്ട് ഞാൻ മുഅ്മിനാണെന്ന് വാദിക്കുന്നവരായ ആളുകൾ, വലം യദ്ഖുലുൽ ഈമാന ഫീ ഖൽബി, അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല, പക്ഷെ നാവിലോ വലിയ മുഅ്മിനായിരിക്കും, മുസ്ലിമായിരിക്കും, എല്ലാ വിഷയങ്ങളിലും ഒക്കെ ഉണ്ടാവും, പക്ഷെ അവന്റെ മനസ്സിലേക്ക് എന്താണ് ഈമാൻ എന്നുള്ളത് കടന്നിട്ട് പോലുമില്ല. അത് അവരുടെ ലക്ഷണം എന്താണ്? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയണില്ല, തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഈ ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടക്കരുത് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വലാ തത്തബിഉ ഔറാത്തഹും, അവരുടെ രഹസ്യങ്ങളെ നിങ്ങൾ പിന്തുടരണ്ട, അവരുടെ രഹസ്യങ്ങളെ, കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പരിശോധിക്കാൻ മെനക്കെടണ്ട. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വമനിത്തബഅ ഔറത്തുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ രഹസ്യങ്ങൾ മറ്റുള്ള ഒരുത്തൻ അതിന്റെ പുറകെ പോയാൽ ഇത്തബി അല്ലാഹു ഔറതഹു, ഓന്റെ രഹസ്യങ്ങളുടെ കൂടെ അള്ളാഹു പിന്തുടരും. എന്ന് വെച്ചാൽ അള്ളാഹു അവന്റെ രഹസ്യങ്ങൾ, അവൻ സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങളെ പരസ്യമാക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ആരെങ്കിലും അള്ളാഹു ആരുടെയെങ്കിലും രഹസ്യങ്ങളുടെ പുറകെ വന്നാൽ യുഫള്ളിഹു ഫീ ബൈതിഹി, തന്റെ വീട്ടിൽ പോലും അവൻ അപമാനിതനാകും. നിസ്സാരമല്ല വിഷയം. മറ്റുള്ളവന്റെ കുറ്റം പറയാൻ നടക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അവന്റെ അഭിമാനത്തെ അള്ളാഹു സ്വന്തം ഭാര്യമാരുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും മുമ്പിൽ വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് അത് എത്തുമെന്നാണ്. അതേപോലെ തന്നെയുള്ള നമ്മുടെ നാവ് കൊണ്ടുണ്ടായിത്തീരുന്ന മറ്റൊരു മുസീബത്താണ് നമീമത്ത്. ഒരാൾ നമ്മളോട് വളരെ രഹസ്യവും പറഞ്ഞു, അത് നമ്മളങ്ങോട്ട് പബ്ലിഷ് ചെയ്യുക, പരസ്യമാക്കുക. ഇങ്ങനെയുള്ള സ്വഭാവം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകൾ വല്ലാത്തൊരു ദുരന്തമാണിത്. നമുക്ക് കിട്ടിയ ഒരു മെസ്സേജ്, അതിന്റെ ഹൈറും ഷർറും അന്വേഷിക്കാതെ അത് മുഴുവനും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. ഒരുപക്ഷെ അതിലൂടെ നഷ്ടപ്പെടുന്നത് മറ്റൊരുത്തന്റെ അഭിമാനമാവാം, ഒരു കുടുംബ ബന്ധം തകരാൻ കാരണമായി തീരും, രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തെറ്റാനുള്ള അവസ്ഥയിലേക്ക് ആ ഒരു ഷെയർ എത്തും. ഇങ്ങനെ ചെയ്യുന്ന നമീമത്ത് ചെയ്യുന്നവരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പ്രചരിപ്പിക്കുന്നവനെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന ദുരന്തമാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമുക്ക് താക്കീത് നൽകി. എത്രയെത്ര മനുഷ്യന്മാരാണ് അവരുടെ നാവ് കാരണത്താൽ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത്. അതിന്റെ ഗൗരവം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മാ യതബയ്യന ഫീഹാ, ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുന്നു, അതിന്റെ ഹൈറും ഷർറും ഒന്നും ഇവനറിയില്ല.
എന്തെങ്കിലും ഒന്ന് കിട്ടി അതങ്ങോട്ട് വിടുന്ന ഒരു വിടല്. അങ്ങനെ ഒരു മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ എത്രമാത്രം അകലമുണ്ടോ അത്രയും അഗാധമായ നരകത്തിലേക്ക് ആ ഒരു വാക്ക് പറഞ്ഞത് കാരണത്താൽ മുഖം കുത്തി വീഴുന്ന ആളുകൾ നിസ്സാരമല്ല സഹോദരങ്ങളെ. മറ്റുള്ള ആളുകളെ കുറിച്ച് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നവരായ ആളുകൾ വലിയ പേടിയായിരിക്കണം, ഗൗരവത്തിൽ തന്നെ എടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം ധാരാളമായി പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഉപദേശങ്ങൾ തേടാറുണ്ടായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച്, ഈമാനിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ച് പഠിക്കുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തിരിച്ചൊരു വാക്ക് പറഞ്ഞു. അലാ ഉഖ്ബിറുക ബിമുലാഖി ദാലിക കുല്ലുഹു, ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തന്ന ഈ നന്മകൾ മുഴുവനും നീ നിന്റെ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രതിഫലമുണ്ടോ അതിനൊക്കെ ബദലാകുന്ന, പകരമാകുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞു തന്നാലും ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്, അങ്ങനെയെങ്കിൽ അതെനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത് ഫഅഖദ ബിലിസാനി, നബി തന്റെ നാവിനെ അങ്ങനെ പുറത്തേക്ക് വലിച്ചു പിടിച്ചു. എന്നിട്ട് കുഫി അലൈക ലിസാനക കുഫി അലൈക ഹാദാ, ഇതിനെ നീ നിയന്ത്രിക്കുക, അതാണ് നിനക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഉപദേശം. അത് നിയന്ത്രിച്ചാൽ നീ ഈ പറഞ്ഞ ഞാൻ നേരത്തെ നീ ചോദിച്ച ഇസ്ലാമിന്റെയും ഈമാനിന്റെയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ലഭിക്കുന്ന അത്രമാത്രം പ്രതിഫലം നിനക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഇനി മേലാരും മിണ്ടരുത് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ആണ് അദ്ദേഹം തിരിച്ചു വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദ അൽസിനതിഹിം, എത്ര മനുഷ്യന്മാരാണ് നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ അവരുടെ നാവുകൾ കാരണമാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തന്റെ നാവിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളുടെ കാര്യത്തിന്റെ ഗൗരവമോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ നാവ് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്ന സന്ദർഭത്തെ ഓർത്ത് എനിക്ക് യാതൊരു സങ്കടവുമില്ല. ഞാൻ പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ് എനിക്ക് വല്ലാത്ത വിഷമമുള്ളത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടെങ്കിൽ റഖീബ് അതീദ് എന്നീ രണ്ട് മലക്കുകൾ രേഖപ്പെടുത്താതെ ഒരക്ഷരം ഒരു മനുഷ്യൻ മിണ്ടുന്നില്ല. നമ്മൾ പറയുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മുഴുവനും റെക്കോർഡിക്കലാണ്. ആ റെക്കോർഡാണ് നാളെ പരലോകത്ത് നമ്മുടെ കർമ്മരേഖയായി നമ്മുടെ കൈകളിലേക്ക് തരിക. ഇഖ്റ കിതാബക്, നിന്റെ ബുക്ക് നീ ഒന്ന് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സിക അലൈക അൽയൗമ ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി, മറ്റൊരാൾ വേണ്ട. നിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്, നീ എഴുതിയ പരീക്ഷയുടെ റിസൾട്ടാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് വന്നു തരുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങൾ നരകമായി തീരാൻ കാരണമാകുന്നതിന് നമ്മൾ പേടിക്കണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നസീഹത്ത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും നാളത്തെ പരലോകത്തിൽ അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ? അല്ല ദുനിയാവിൽ മാത്രം എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അവനെ സംബന്ധിച്ച് നാവിനെ ഉണ്ടാവില്ല. മറിച്ച് എന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അരികിൽ രേഖയാണെന്നും നാളെ പരലോകത്ത് ഞാൻ അതിന് മറുപടി പറയേണ്ടെന്നും പേടിയുള്ള ഒരു മനുഷ്യനുണ്ടോ? ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്, നല്ലത് പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നോട്ടെ എന്നാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ലക്ഷണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലും മൗനിയായിരുന്നു. ദീനിനു വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. വമാ യൻതിഖു അനിൽ ഹവ,
ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹുവിന്റെ സംസാരം മുഴുവനും അത് വഹീന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതൊക്കെ പഠിച്ചവരാണ് നമ്മൾ. സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു രാഷ്ട്രീയ ഇലക്ഷന്റെ ഒരു വക്കത്താണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അങ്ങാടികളിലും വീടുകളിലും പള്ളികളിൽ പോലും സജീവമായ ചർച്ചകൾ ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അത് അത്യാവശ്യമാണ്. ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ, ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിന്റെ ആവശ്യമാണ്. അവന്റെ ഉത്തരവാദിത്വമാണ് തന്റെ രാജ്യത്തെ ജനങ്ങളുടെ പുരോഗമനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യലും ചർച്ച ചെയ്യലും പുണ്യമാണത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാവ് വഴിവിട്ട് മറ്റുള്ള പാർട്ടിക്കാരന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അനൗൺസ്മെന്റുകളും അതുപോലെ തന്നെ മെസ്സേജുകളും ഒക്കെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ രാഷ്ട്രീയല്ലേ എന്തു ആവാ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഒന്നും ആ പാടില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം വേണം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തോന്നിയ നമ്മുടെ ഭൗതികപരമായ നമുക്ക് താല്പര്യം തോന്നുന്ന വിഷയങ്ങളിൽ പാർട്ടിയിൽ നമുക്ക് പിന്തുണക്കാം, അത് മറ്റൊരു വിഷയം. പക്ഷേ അവന്റെ അഭിമാനത്തെ പണയപ്പെടുത്തുന്ന തരത്തിൽ, അവന്റെ അഭിമാനം പൊതുസമൂഹത്തിൽ പിച്ചു ചീന്തുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോ പേടിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിൽ അത് റെക്കോർഡിക്കലാണ്. നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് എങ്ങാനും മോശകരമായി സംസാരിച്ച് അതിന്റെ പേരിൽ തെറ്റിയാൽ, അവൻ നമ്മോട് തെറ്റിയാൽ, സഹോദരന്മാർ തമ്മിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ പിണങ്ങുന്നു, മാതാപിതാക്കൾ തമ്മിൽ സംസാരമുണ്ടാകുന്നു, ഉറ്റ സുഹൃത്തുക്കൾ തമ്മിൽ പാർട്ടിയുടെ പേരിൽ തെറ്റി നടക്കുന്നു. ഇത്തരക്കാരായ ആളുകൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അവന്റെ കർമ്മങ്ങളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ കർമ്മങ്ങളെ ഒരു നോമ്പുകാരനായി ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അമലുകളെ, ഒരാഴ്ചയിലുള്ള നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുമ്പോ, റബ്ബിന്റെ അരികിൽ ഹസനാത്തുകളുടെ രേഖയിൽ നമ്മുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്ന സാഹചര്യം വരുമ്പോ തമ്മിൽ തെറ്റിയ രണ്ടാളുകളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻളിറൂ ഹാദൈൻ, ഇവരെ മാറ്റി നിർത്തും. ആ തെറ്റ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കർമ്മങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യസ്തലിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയാണ് അത് ആവർത്തിച്ചത്. തമ്മിൽ നന്നാവട്ടെ, ഓലെ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറി, അത് മുതലിന്റെ പേരിലായാലും പാർട്ടിയുടെ പേരിലായാലും ഭൗതികപരമായ വിഷയങ്ങളുടെ പേരിലായാലും നന്നാകുന്നത് വരെ ആ മനുഷ്യന്റെ നമസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളും അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമല്ല. അവര് നന്നാകുന്നത് വരെ അത് അവിടെ വെക്കട്ടെ, ഹിസാബിനെടുക്കൂല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വെറുതെ ആയി പോകും. സഹോദരങ്ങളെ, പേടിക്കണം നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ 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 ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ സമയമില്ല, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് സ്മരിക്കാൻ നമുക്ക് ടൈമില്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയമില്ല. പള്ളികളിൽ വന്നാലും മങ്ങാടുകളിൽ ഇരുന്നാലും എവിടെയും രാഷ്ട്രീയ ചർച്ച. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആവശ്യത്തിനൊക്കെ ആവാം. പക്ഷേ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ, എന്റെയും നിങ്ങളുടെയും പൗരത്വം പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാവട്ടെ ഭൗതിക ജീവിതങ്ങളാവട്ടെ, റബ്ബിന്റെ പിടുത്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരാളും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. എന്നാൽ നമുക്കെതിരെ ഈ ലോകം മുഴുവനും ഇളകി വന്നാലും, ലോകത്തുള്ള മുഴുവൻ ശത്രുക്കളും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ സംഘടിച്ചാലും, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, റബ്ബിന്റെ കൽപ്പനയില്ലെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ ഒരു ചുക്കും നടക്കൂല. അതിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. എനിക്ക് ഹസ്ബി അല്ലാഹ്,
എനിക്കെന്റെ റബ്ബുണ്ട്. നമ്മളിന്ന് കുറച്ച് ബേജാറിലാണല്ലോ SIR വിഷയത്തിൽ. ഈ സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, ഇനിയും അത് പൂരിപ്പിച്ച് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ, അത് കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ചെയ്യാനുള്ള പണികൾ നമ്മൾ ചെയ്യണം. നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ പെറ്റു വളർന്ന ഈ നാട്ടിൽ, ഇവിടെ തന്നെ നമ്മൾ മരിച്ച് ഇവിടെ നമ്മളെ കബറടക്കണമെന്ന് ആഗ്രഹമുള്ള ഓരോ മുസൽമാനും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും പെൻഡിങ്ങിൽ വെക്കരുത്. നമ്മുടെ സഹോദര ആളുകളെപ്പോലും മറ്റുള്ള മതസ്ഥരുടെ വിഷയങ്ങളിൽ പോലും ഈ കാര്യത്തിൽ നമ്മൾ ഇടപെടണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, ഈ നാട് നമ്മുടേതാണ്. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അവരുടെ രക്തവും അവരുടെ അഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് വിലങ്ങാകുന്ന ആരുണ്ടെങ്കിലും അവരെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള ഒരു ഐക്യവും ഒരുമയും ആ ഒരു സംഘടിത മനസ്ഥിതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു മുഅ്മിൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ. ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ അഭിമാനം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളിലൂടെ അതിന്റെ പേരിൽ തെറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്നും ഉണ്ടാവരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് എന്താണ്? അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, വിശ്വസിച്ചവരായ ആളുകളോട്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം വിശ്വാസികളെ. എങ്ങനെ? ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഈ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ മരിച്ചു പോകരുത്. ഇത് റബ്ബിന്റെ താക്കീതാണ്, കൽപ്പനയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നവരാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്കുകൾ ആളുകളോട് നിങ്ങൾ പറയണം. ആളുകളോട് മോശമായി സംസാരിക്കുന്ന ഒരു അവസ്ഥ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നല്ല വാക്കുകളായിരിക്കണം നിങ്ങളുടെ നാവുകളിൽ നിന്നുണ്ടാവേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങളോട് മാന്യമായ റബ്ബിന് ഇഷ്ടമുള്ള വാക്കുകൾ പറയുന്നവരായ ആളുകൾക്ക് കിട്ടുന്ന നേട്ടം എന്താ? യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നന്നാക്കി തരും. എന്തെങ്കിലും കുറവ് വന്നാൽ റബ്ബ് അത് പരിഹരിച്ചു തരും, അവൻ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. എത്രയാണ് ഒരു മനുഷ്യൻ നല്ല വാക്ക് പറഞ്ഞാൽ അവന് കിട്ടുന്ന നേട്ടം? അവന്റെ പ്രവർത്തനങ്ങൾ നന്നാവും, റബ്ബ് അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവർ വൻപിച്ച വിജയമാണ്. നാളെ പരലോകത്ത് സ്വർഗമല്ലാതെ മറ്റൊന്നും അവർക്ക് നേടാനില്ല. അങ്ങനെയുള്ള മഹത്തായ വിജയത്തിന്റെ ഉടമകളായി തീരും എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, രാഷ്ട്രീയം തലക്ക് പിടിച്ച് നടക്കുന്ന ആളുകൾ തങ്ങളുടെ നാവുകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ അതിന്റെ പേരിൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ ഗൗരവമായ ഒരു വിഷയം, അവന്റെ കർമ്മങ്ങൾ മുഴുവനും മറ്റുള്ളവർക്ക്, സൽക്കർമ്മങ്ങൾ മുഴുവനും മറ്റുള്ളവർക്ക് ഓഹരി വെച്ച് നൽകി ഇവൻ നരകത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നരകത്തിലേക്ക് ആപതിക്കുന്ന സാഹചര്യം വരുത്തി വെക്കും നമ്മുടെ നാവുകളെ. ആ നാവിനെ നമ്മൾ പേടിക്കണം, സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, നാവുകളെ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു അത്തരക്കാരായ നല്ല ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المبعوث رحمة للعالمين نبينا محمد وآله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
നാവിൻ്റെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചത്. നമ്മുടെ നാവ് കാരണത്താൽ നമുക്ക് നരകം നേടിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന് നമ്മൾ ഭയപ്പെടണമെന്നാണ് സൂചിപ്പിച്ചു വന്നത്. അതോടൊപ്പം നമ്മുടെ വാക്കുകൾ കാരണം മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ പേരിൽ വിഷമമുണ്ടാവുകയും അവരുടെ മനസ്സുകളിൽ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളും ഒക്കെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകിയ നസീഹത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ യമനിലേക്ക് ഗവർണറായി നിയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മളലൂം, മുആദേ, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നീ ഭയപ്പെടണം, സൂക്ഷിക്കണം. അധികാരം ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് ആളും ബലവും അധികാരവും ഉണ്ടെന്ന് വിചാരിച്ച് മറ്റുള്ളവന്റെ മേലിൽ കുതിര കയറാൻ ചെല്ലുമ്പോൾ, മറ്റുള്ളവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുമ്പോൾ, അതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്ന ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ട് ഒരു വിഷമം, ഒരു നിശ്വാസം. ആ വേദന കൊണ്ടുണ്ടായിത്തീരുന്ന ആ ശ്വാസം അത് റബ്ബിലേക്ക് ഉയരും. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള തേട്ടം, പടച്ചോനെ കാക്കണേ, എന്നെ സഹായിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നേരെ ഉയരുന്ന ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, മുആദേ, അതിനെ നീ സൂക്ഷിക്കണമെന്നാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞത്. എന്തിനാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്? ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനഹു ഹിജാബ്. ആ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും അവനും ഇടയിൽ ഒരു മറയില്ല, അത് ഉറപ്പാ റബ്ബ് സ്വീകരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് പേടിക്കണം നമ്മൾ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നമ്മുടെ വാക്കുകൾ കാരണത്താൽ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ അവർ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ തുലഞ്ഞു പോകും നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് അള്ളാഹുവിന്റെ ദൂതർ ഒരിക്കൽ പറയുകയാണ്. സുബഹി നമസ്കാരാനന്തരം അവിടുന്ന് തന്റെ സഹാബത്തിന്റെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സ്വപ്നങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെ രണ്ടാളുകൾ ഒരു യാത്ര കൊണ്ടുപോയി. ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി. നാളെ മഹ്ശറിൽ നടക്കുന്ന ഒരു സംഭവം അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ്? അതിലൊരു ഭയാനകമായ രംഗം കാണുകയുണ്ടായി. ഒരു മനുഷ്യൻ അവിടെ നിലത്ത് കിടക്കുകയാണ്. ഒരാൾ ആ മനുഷ്യന്റെ വായ ഒരു ഭാഗത്ത് നിന്ന് ഒരു വലിയ കൊളുത്തുകൊണ്ട് വലിച്ചു പൊളിക്കുന്നു. ഒരു ഭാഗം അയാളുടെ പിരടി വരെ വലിച്ചു പൊളിച്ച് പിന്നീട് രണ്ടാമത്തെ ഭാഗത്തേക്ക് എത്തുമ്പോ ഈ ഭാഗം കൂടിയിട്ടുണ്ടാവും, ആ ഭാഗം വലിച്ചു പൊളിക്കും. ഇങ്ങനെ ഈ പ്രക്രിയ കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഈ അവസ്ഥ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ്? അതിന് ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന മറുപടി, ആ മനുഷ്യൻ നേരം വെളുത്തു കഴിഞ്ഞാൽ നുണ പറയാനായിട്ട് മെനക്കെടുന്ന ഒരാളാണ്. ഫകദ്ദാബൻ, ഒരു കള്ളനാണ് ഇവൻ, കള്ളം പറയുന്നവനാണ്. യുഹദ്ദിസു ബിൽ കദിബ്, കദ്ബ, അയാൾ നുണ പറയാനായിട്ട് മാത്രം മെനക്കെടുന്ന ഒരാൾ. എത്രയെന്ന് വെച്ചാൽ ഫതുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്, അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്തെങ്കിലും ഒരു വാക്കും കൊണ്ടായിരിക്കും. അത് വാക്കുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ വിശാലമായ അർത്ഥം ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ പോലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ മൊബൈലുകളും നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും നമ്മൾ നൽകുന്ന ഒരു മെസ്സേജ് സെക്കൻഡുകൾ കൊണ്ട് ഈ ലോകം മുഴുവനും പരക്കുന്ന തരത്തിലേക്ക് ആ മനുഷ്യന്റെ ആ കളവ് പ്രചരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ആ പ്രവചനം ഒരു മഹാപ്രവാചകന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണത്. ഇന്നത്തെ തലമുറക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊരു മെസ്സേജ് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ എത്ര രാജ്യങ്ങളിലേക്കാണ് അത് എത്തുന്നത്. ഇങ്ങനെയുള്ള നുണ പറയുന്നവരായ ആളുകൾ, അവർക്കുണ്ടായിത്തീരുന്ന വലിയ ഒരു ശിക്ഷയാണിത്. അവന്റെ വായ വലിച്ച് കൊളുത്തിട്ട് പൊളിച്ചു കളയുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. അതുകൊണ്ടാണ് തന്നെ ഉപദേശിക്കാൻ പറഞ്ഞ സഹാബിയോട്
അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞത് കുഫി അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണമെന്ന്. സ്വയം ഗൗരവമാണ് സഹോദരങ്ങളെ. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ള സമയത്താണ് ഇപ്പോ ഞാനും നിങ്ങളും ഒക്കെ നിൽക്കുന്നത്. ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ നാവുകളിൽ നിന്ന് വരുന്ന പദങ്ങൾ, പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവന്റെ അഭിമാനത്തെ അതുകൊണ്ട് വ്രണപ്പെടുത്തുന്നുണ്ടോ, ഇല്ലാത്തത് പറയുന്നതാണോ എങ്കിൽ മുനാഫിക്കിന്റെ സ്വഭാവമാണ്. മുനാഫിക്കിന്റെ ലക്ഷണങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇദാ ഹദസ കദിബ, സംസാരിച്ച നുണ പറയും. ഇല്ലാത്തതൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചു വന്നത്. ഒരു മുസ്ലിമിന് നിയന്ത്രണമുണ്ട് എവിടെയും. എല്ലാം ആവാം, രാഷ്ട്രീയമല്ലേ, എല്ലാം ആവാം എന്നുള്ള ആ ചിന്തയും സംസാരവും നമ്മിൽ നിന്നുണ്ടാവരുത്. ഇത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വാക്കുകളിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യവും കൃപയും കൊണ്ട് നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആളുകളോട് നല്ല നിലയിൽ പെരുമാറുവാനും ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം ഉണ്ടാകുവാനും ആളുകളുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുമുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംസാരിക്കുവാനും അവന്റെ ദീനിന്റെ മാർഗത്തിൽ മുൻപിൽ നിൽക്കുവാന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് സുരക്ഷിതമായി സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ, അവരുടെ തന്ത്രങ്ങളെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്ത് തരിപ്പണമാക്കി തരുമാറാവട്ടെ. വിശ്വാസികളുടെ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള സാഹചര്യവും അതിനുള്ള സൗകര്യവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിൽ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.